ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസം ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് തുടങ്ങി. മാർച്ച് മുനവറലി ശിഹാബ് തങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായിട്ട്. ഷഹദ്, എവിടെ നിന്ന് എവിടേക്കാണ് മാർച്ച്? എന്താണ് മുദ്രാവാക്യം? വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപി, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ ചൂരൽമലയിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. PK ഫിറോസ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടക്കുന്നത്. ഇത് അവസാനിക്കുക കളക്ടറേറ്റ് പടിക്കലായിരിക്കും. വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടായിരിക്കും ഇത് അവസാനിക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷനിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ലോങ് മാർച്ചിന് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഉയർത്തിക്കാണിക്കുന്ന വിഷയം ഇപ്പോഴും പലർക്കും പുനരധിവാസം ലഭിച്ചിട്ടില്ല, ഒപ്പം തന്നെ സർക്കാർ വാക്ക് പാലിച്ചിട്ടില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ PK ഫിറോസ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം? കഴിഞ്ഞ ഒരു വർഷമായി മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന, അവരെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷമായിട്ടും ഒരു ലിസ്റ്റ് പോലും, ഈ ദുരിതബാധിതരുടെ തകർന്ന വീടുകളുടെ ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ കഴിയാത്തൊരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാന യുവജന പ്രതിപക്ഷ കക്ഷിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഒരു പുത്തുമലയിൽ നിന്ന് കൽപ്പറ്റ കലക്ട്രേറ്റിലേക്ക് ഒരു ലോങ് മാർച്ചുമായി ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി ഇപ്പോൾ സ്ഥിതി എന്താണ് ഈ പദ്ധതി എപ്പം പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സർക്കാരിന്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കാർ അള്ളു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാർ ഏതായാലും ചെയ്യുന്നില്ല, മറ്റാരെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്നതിനെയും തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ. ഓരോ കാരണങ്ങൾ പറയും. ഇപ്പോൾ ലീഗ് ഏറ്റെടുത്ത ഭൂമി ഒരു നിയമപ്രശ്നമില്ലാത്ത ഭൂമിയാണ്. അതേസമയത്ത് സർക്കാർ ഏറ്റെടുത്ത ഭൂമി, ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഭൂമിയിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ നിയമപ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും തെരുവിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് വീട് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ വാടക വീട്ടിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് അവർക്ക് സ്വന്തമായി ഒരു വീട് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്നാൽ ഒരു നിയമപ്രശ്നമില്ലാത്ത ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ നിയമപ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പദ്ധതി വൈകിപ്പിക്കാൻ, അള്ളു വെക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ 2 നിലക്ക്, ഒന്ന്, സർക്കാർ സ്വന്തം നിലക്ക് ചെയ്യേണ്ട പദ്ധതി ചെയ്യുന്നില്ല, മറ്റാരെങ്കിലും ചെയ്യുന്നത് വൈകിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇന്ന് ലോങ് മാർച്ചുമായി വരുന്നത്. എന്തായാലും ലോങ് മാർച്ച് തുടരുകയാണ്. ഇപ്പോൾ ആദ്യത്തെ സ്വീകരണ കേന്ദ്രത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് തുടർന്നുള്ള മണിക്കൂറുകളിലും കൂടുതലിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങും. ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് PK ഫിറോസിനൊപ്പം ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നല്ല മഴയാണ്, പക്ഷേ മഴയെ പോലും അവഗണിച്ചാണ് ഇത്തരത്തിൽ ആളുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ലോങ് മാർച്ചിൽ അണിചേരുന്നത്. GK ഷഹദ് റഹ്മാൻ ആണ് വിവരങ്ങൾ നൽകിയത്.